ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് 3 സവാളയും 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള പകുതിയോളം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വന്നാലാണ് ചിക്കനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 3 ടീസ്പൂൺ ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബിരിയാണി വയ്ക്കുമ്പോൾ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല തന്നെ 2 ടീസ്പൂൺ കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തക്കാളി വേവാനായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് തക്കാളിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് തീ നന്നായി കുറച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഈ ചിക്കനിലത്തെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസുമതി അരിയാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് റൈസിലുണ്ടാവുള്ളൂ. ഇനി ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ബസുമതി അരി 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെള്ളം വാർത്തെടുത്തിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് മീഡിയം തീയിൽ വെച്ച് നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. ഞാനിവിടെ എസൻസുകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എസൻസ് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് എങ്ങാനും വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അരി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി റൈസ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലെ നന്നായി പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ സവാള വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും കൂടി നമുക്ക് ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം.
മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടി മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായി കലക്കിയിട്ട് കുറച്ചൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇടയ്ക്ക് ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിന് ശേഷം ഒരു ഫോയിലിംഗ് പേപ്പർ കൊണ്ട് നന്നായി മൂടിയതിന് ശേഷം പാത്രത്തിൻ്റെ മൂടി വെച്ച് നന്നായി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഫോയിലിംഗ് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായി മൂടി വെച്ചാലും മതി. ബിരിയാണി ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാതെ കുറച്ച് നേരം ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണമായിരിക്കും ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഈ ഫോയിലിംഗ് പേപ്പർ മാറ്റിയിട്ട് നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.